നമ്മുടെ സഫാരി ചാനലിൻ്റെ സന്തോഷ് ജോർജ് കുളങ്ങര. അദ്ദേഹത്തിൻ്റെ ആദ്യകാല വീഡിയോകളിലെല്ലാം ശബ്ദം നൽകിയിരിക്കുന്നത് ഒരു അനീഷ് പുന്നൻ പീറ്ററാണ്. അതിമനോഹരവും ഗാംഭീര്യവുമാർന്നതായ പുരുഷ ശബ്ദത്തിൻ്റെ ഉടമയാണ് അനീഷ്. പക്ഷേ സമീപകാലത്തൊക്കെ നമ്മൾ സന്തോഷിൻ്റെ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ശബ്ദമാണ് കേൾക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? അതായത് അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ കേൾക്കാനാണ് ഇന്ന് ആളുകൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ഒരു സമകാലിക ബിസിനസ് രഹസ്യം കൂടിയുണ്ട്. ബിസിനസ്സുകാർ അത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് പ്രൊഫഷണൽ അഡ്വർടൈസ്മെൻറ്റുകൾക്ക് ജനപ്രീതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രൊഫഷണൽ അഡ്വർടൈസ്മെൻ്റ് എന്ന് വെച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്ന രീതി, അത് ഇന്ന് ജനത്തിന് അത്രയ്ക്ക് താല്പര്യം ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ മുഖം വെളുക്കുന്ന ഒരു പരസ്യത്തിൽ അഭിനയിച്ച് അനൂപ് മേനോന് എതിരെ കേസ് വന്നിട്ടുണ്ട്, അതിൽ വിധിയും വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ആളുകളത് വിശ്വസിക്കുന്നില്ല. സമാനമായ കേസ് ശ്രീ മമ്മൂട്ടിക്കെതിരെയും വന്നിട്ടുണ്ട്. നമ്മളുടെ പരസ്യം നമ്മൾ തന്നെ ചെയ്യുന്നതാണ് ഇന്ന് ആൾക്കാർക്ക് ഇഷ്ടം. ഇക്കാര്യത്തിൽ നമ്മുടെ ഗുരു ശ്രീ അറ്റ്ലസ് രാമചന്ദ്രനാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പരസ്യം ഓർക്കുന്നില്ലേ, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. അന്നത് ചെയ്യുമ്പോൾ അദ്ദേഹം തനിച്ചായിരുന്നെങ്കിൽ ഇന്ന് ഒരുപാട് പേര് സ്വന്തം പ്രൊഡക്റ്റിനെ പരസ്യം ചെയ്യുന്നുണ്ട്. നമ്മുടെ വി ഗാർഡ് ഗ്രൂപ്പിലെ കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി ഉണ്ടല്ലോ, അവരുടെ ആദ്യ പരസ്യം ഏർലി 90s ശോഭനയെ മോഡലാക്കിയാണ് ചെയ്തത്. പക്ഷെ ഇന്ന് ശ്രീ കൊച്ചൗസേപ്പ് എന്തെങ്കിലും ഒരു കാര്യം വീഡിയോയിലൊന്ന് പറഞ്ഞാൽ അത് എന്ത് കാര്യമായിക്കോട്ടെ വലിയ ജനസ്വീകാര്യത ലഭിക്കും. അതാണ് ഇക്കാലം. ഇനി നമുക്ക് സന്തോഷിലേക്ക് തന്നെ തിരിച്ചു വരാം. അദ്ദേഹത്തിൻ്റെ സഫാരി ചാനലിൻ്റെ ഓഫീസിൽ തന്നെ എന്തുമാത്രം വിദഗ്ധരായിട്ടുള്ള വീഡിയോ എഡിറ്റേഴ്സും മറ്റും ഉണ്ടെന്നറിയോ. കൂടാതെ എറണാകുളത്ത് അദ്ദേഹത്തിന് ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും വിദേശ യാത്രകൾ കഴിഞ്ഞ് വന്ന് സ്വന്തം വീഡിയോ അദ്ദേഹം സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യാറുണ്ട്. അറിയാതെ ഒരു അറിവും ചെറുതല്ല. അത്യാവശ്യം ചില വിദ്യകളൊക്കെ നമ്മുടെ കയ്യിലുള്ളത് നല്ലതാണ്. ഇന്നത്തെ കാലത്ത് ഒരു ബിസിനസ്സുകാരൻ അയാളുടെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ സ്വയം തുനിഞ്ഞിറങ്ങണം. അതിനുവേണ്ടി അയാൾക്കൊരു യൂട്യൂബ് ചാനൽ വേണം. അയാളുടെ ധൈര്യസമേതം അയാളുടെ പ്രൊഡക്റ്റ് നല്ലതാണെന്ന് സ്വയം പ്രസ്താവിക്കണം എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ച് പണികൾ നമ്മളും പഠിച്ചിരിക്കണം. അതായത് വീഡിയോ എഡിറ്റിംഗ് അത്യാവശ്യം അറിയണം. ഓരോ കാലഘട്ടത്തിലും ഓരോ അറിവുകൾ വളരെ പ്രാധാന്യമുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇക്കാലത്ത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു അറിവ്, എസ്പെഷ്യലി ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് വീഡിയോ എഡിറ്റിംഗ് ആണ്. ആ അറിവ് നിങ്ങളുടെ ബിസിനസ്സിനെ ഉയരങ്ങളിലേക്ക് എത്തിക്കും.